നോർമൽ ചുരിദാർ കട്ടിംഗ് ആണ് പറയുന്നത്. തുണിയെ 4ആയിട്ട് പിരിച്ചിട്ടിട്ട് നമുക്ക് ഒരു നോർമൽ ചുരിദാർ കട്ട് ചെയ്യാം. ഓക്കെ, നോർമൽ പാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. തുണി 2 കാലിലാണ്ട് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. തേരുവശം നീളത്തിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിൽ നോർമൽ ചുരിദാർ കട്ടിംഗ് ആണ്. തുണിയെ 4ആയിട്ട് പിരിച്ചിട്ട് ആദ്യം നമ്മൾ തുണി ഒന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തതിന് ശേഷം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തുണിയാകുമ്പോൾ കൂടുതൽ ഏറ്റക്കുറവാണ്. അപ്പോൾ അതനുസരിച്ച് ലെവൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൻറ്റിൻ്റെ നമ്മൾ വേണ്ടുന്ന ഇറക്കം എടുക്കണം. ഇറക്കം എടുത്തതിന് ശേഷം എനിക്കവിടെ വേണ്ടുന്ന ഇറക്കം 37 37 എടുത്തതിന് ശേഷം നമുക്ക് അവിടുത്തെ കാൽവണ്ണം കൂടി എടുക്കണം. ആ ഭാഗത്ത് കാലിൻ്റെ വണ്ണം കൂടി എടുക്കണം. 6.5 അവിടുത്തെ കാൽവണ്ണം വേണ്ടത്. പിന്നെ അതിന് മുന്നേ നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. നമ്മൾ ഇറക്കം എടുത്തതിൻ്റെ അടുത്ത് തന്നെ 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അതെന്തിനാ? നമ്മൾ മടക്കി തയ്ക്കാനായിട്ട്. എന്നിട്ട് അവിടുന്ന് കാൽവണ്ണം എത്രയാണെന്ന് എടുത്തിട്ട് 6.5 മാർക്ക് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് കാലിൻ്റെ റൗണ്ട് ഭാഗം അടിയിൽ ഭാഗം. എന്നിട്ട് സീറ്റ് ഇറക്കം എനിക്ക് വേണ്ടുന്നത് ക്രോച്ച് ലെന്ത് എന്നൊക്കെ പറയും. 9.5 വേണ്ടത്. 9.5 എടുത്തിട്ട് നമുക്ക് 9.5 എടുത്തിട്ട് ഒരു 1.5 എടുത്തതിന് ശേഷം 1.5 2 എടുക്കാം. എന്നിട്ട് അവിടെ ഒരു ഷേപ്പ് എടുക്കുക ക്രോച്ച് ലെന്തിൻ്റെ അടുത്ത്. ഓക്കെ, അതേപോലെ നമുക്കൊരു ഈ കർവ് സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് ആ കാലിൻ്റെ ഷേപ്പ് വെച്ച് വരച്ച് എടുക്കാം. നമ്മുടെ ആ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ കാലില്ലേ, അപ്പോൾ ആ പാൻറ്റിൻ്റെ കാലിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ വളഞ്ഞൊരു സ്കെയിലുണ്ടെങ്കിൽ, കർവ് സ്കെയിലുണ്ടെങ്കിൽ നമുക്കിതേപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ തന്നെ ടേപ്പും കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, തയ്യൽ തുമ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുക്കാം. ആ കാല് മടക്കി 2.5 ഇഞ്ച് നമ്മൾ എടുത്ത് അവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം. അത്രയും ഭാഗം നമുക്ക് ഉള്ളിലോട്ട് മടക്കി അടിക്കാനെന്നുള്ള പോയിൻ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ക്രോച്ചിൻ്റെ ഭാഗം കൂടെ ഷേപ്പ് എടുക്കുക. ഉണ്ടോ? 1.5 ഇഞ്ച് വീതിയിൽ 9.5 ഇഞ്ച് നീളത്തിൽ ആ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് തയ്യൽ തുമ്പ് വരുന്ന ഭാഗം അവിടം വരെ നമുക്ക് മുകളിൽ നിന്നുള്ള ക്രോച്ചിൻ്റെ ലെന്ത് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ വേസ്റ്റ് ഭാഗത്തെ വണ്ണം എടുക്കുക. വേസ്റ്റ് ഭാഗത്തെ വണ്ണം എടുക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് ബാൻഡ് പീസിൻ്റെ വണ്ണമാണ് എടുക്കുന്നത്. എനിക്ക് ഒരു സൈഡിൽ 25 വേണ്ടത്, ഒരു സൈഡ്. അപ്പം ബാക്കും ഫ്രണ്ടും കൂടെ ആകുമ്പോൾ 50 ഇഞ്ച്. അങ്ങനെ തുണി 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം 25 ഇഞ്ച് വീതിയിൽ ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അത് 25 ഇഞ്ച് വീതിയിൽ ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് നമുക്ക് അത്ര എടുക്കണം. 7 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. 2 ഇഞ്ചും വള്ളി ഇടാനായിട്ട് നമ്മൾ മുകൾ ഭാഗം കൂട്ടിയെടുക്കണം. അപ്പോൾ 7 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ വള്ളി ഇടാനായിട്ട്, എലാസ്റ്റിക് ഇടാം, വള്ളി ഇടാം. ഇതിനകത്ത് വള്ളി ഇടുന്നത്. അപ്പോൾ 7ഉം 2ഉം 9 ഇഞ്ച് കറക്റ്റായിട്ട് വീതി നീളത്തിൽ എടുക്കണം. 9 ഇഞ്ച് നീളവും 25 ഇഞ്ച് വീതി. അപ്പോൾ നമുക്ക് ആ 25 വരുന്ന ആ ഭാഗത്ത് കുറച്ച് ഭാഗം നമുക്ക്
പീസ് വെച്ച് അടിക്കണം. അത്രയും വീതി നമുക്കില്ല. അപ്പോൾ സ്കെയിൽ വെച്ച് നമുക്ക് നേരെ ലൈൻ ചെയ്തിട്ട് ആ കുറവുള്ള ഭാഗത്ത് നമ്മളെന്ത് ചെയ്യണം, തുണി കട്ട് ചെയ്ത് വെച്ച് പതിച്ചടിക്കണം. നമുക്ക് അവിടെ ഇത്തിരി തുണി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, അത്രയും വീതിയിലുള്ള തുണി നമുക്ക് കുറവുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊരു 2 പീസ് എടുത്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും അല്ലേ 25 നമുക്ക് വേണമല്ലോ, പിന്നെ ആ വീതി വേണമല്ലോ. 7ഉം 2ഉം 9. 7ആണ് നമുക്ക് തയ്ച്ച് തരുമ്പം റെഡി അളവ്. 2 ഇഞ്ച് വള്ളി ഇടാനായിട്ടും തയ്യൽ തുമ്പിനും കൂടെ കൂട്ടി 2 ഇഞ്ച് കേട്ടോ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, 1.5 ഇഞ്ച് വള്ളി മടക്കാനായിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പീസ് വെച്ച് അവിടെ അടിച്ചെടുക്കാം. ഓക്കെ, നമ്മളിപ്പം പാൻറ്റിൻ്റെ അടിഭാഗം കാൽഭാഗവും വെട്ടി, ബാൻഡ് പീസും വെട്ടി. ഇനി ഒരു വള്ളിയും കൂടെ വെട്ടണം. ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ, 1.5 മതി കേട്ടോ. കുറച്ച് നീളത്തിൽ നമ്മൾ 25, 50 ഇഞ്ചല്ലേ എടുത്തേക്കുന്നത് ബാൻഡ് പീസിൻ്റെ വീതി. അപ്പോൾ ഒരു കുറച്ചും കൂടെ 50ൻ്റെ കൂടെ ഒരു 60 എടുക്കുക, 10 കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ക്രോച്ച് ഭാഗം, ആ സെൻറ്റർ ഭാഗമാണ് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കുക. ഒരു നോർമൽ പാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 പാൻറ്റാണ് നമ്മളതിൽ തയ്ക്കാൻ തന്നത്. അപ്പോൾ ആദ്യത്തെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ആളിൻ്റെ അളവ് തന്നെയല്ലേ ഇത്. അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്തത് കൊണ്ട് പിന്നെ രണ്ടാമത്തെ പാൻറ്റും 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഒരളവുണ്ടല്ലോ, പിന്നെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കണ്ട, അളവൊന്നും നോക്കണ്ട. കറക്റ്റായിട്ട് തുണി നേരെ മടക്കിയിടുക, 4ആയിട്ട് മടക്കിയിടുക. ആ കൊടുത്തിട്ട് വെട്ടിയെടുത്ത ഭാഗം പോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ആദ്യം ഏത് തുണിയായാലും മോൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ എല്ലാം കറക്റ്റാണല്ലോ. അത് നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം അടിഭാഗത്തുനിന്ന് കാലിൻ്റെ വണ്ണം നമ്മൾ ആദ്യം അളവെടുത്ത് മെഷർ ചെയ്ത് നല്ല കട്ട് ചെയ്ത് വെച്ചേക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് പോകാം. കണ്ടോ? അപ്പോൾ അതിപ്പോൾ ഒരേ അളവ് തന്നെ 2 പാൻറ്റും ഒരാക്കടെ ആയതുകൊണ്ട് ഒരു രീതി തന്നെ വെട്ടാം. തുണി ഒന്നിച്ചിട്ട് എല്ലാ പീസും കൂടെ ഒന്നിച്ചിട്ട് മടക്കി അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ 2 എണ്ണം കൂടെ ഒന്നിച്ചിട്ട് മടക്കിയിട്ട് അളവെടുത്ത് അങ്ങനെയും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്തെടുത്തോ കേട്ടോ. ഓക്കെ, അവിടെ നമുക്ക് തയ്യൽ തുമ്പ് പോകാനുള്ള, എന്നിട്ട് ആ മടക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ക്രോച്ചിൻ്റെ ഭാഗം ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ അടിയിലത്തെ മുകളിലിട്ടേക്കുന്ന പീസ് ലെവൽ ചെയ്തെടുത്ത് ക്രോച്ച് ഭാഗം വെട്ടിയല്ലോ, അതേപോലെ അടിയിൽ കിടക്കുന്ന പീസിന് ലെവൽ ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് ഭാഗം എടുക്കുക. അതായത് ബാൻഡ് പീസ് 4ആയിട്ട് മടക്കിയിട്ടേക്കുക. അപ്പോൾ 4-1 ഭാഗം എടുക്കണം. 25, 50 അല്ല, 50ൻ്റെ 4-1 ഭാഗം 12.5 വരും. ഇപ്പോൾ 7ആണ് നമുക്ക് റെഡി അളവ് വരുന്ന. 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 9 ഇഞ്ച് നീളത്തിൽ, പിന്നെ 25 ഇഞ്ച് വണ്ണത്തിൽ വേറൊരു പീസ് എടുക്കണം. അത് ചുരിദാറിൻ്റെ ബാൻഡ് പീസ്. നമുക്ക് വള്ളിയും കൂടെ കട്ട് ചെയ്യാം. 1.5 ഇഞ്ച് വീതിയിൽ 1.5 2 ആക്കാം കേട്ടോ. കുറച്ച് നീളത്തിൽ തുണിയെ കട്ട്. നമ്മൾ ഒരളവാണെങ്കിൽ ആദ്യം നമ്മൾ ബാക്കും ഫ്രണ്ടും ബാക്കും കഴിഞ്ഞ് ബാൻഡ് പീസ്
ഒന്നിച്ചിട്ട് ഒരേ അളവിലാണ് നമ്മൾ ബാക്ക് പിന്നെ പാൻറ്റിൻ്റെ പിന്നെ കാൽഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാൻഡ് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതാത് കളർ നൂലെടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട്